സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലെ ഒരു 8 കാർഡ് സ്പ്രെഡാണ് എടുക്കണേ. ഇന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ ലവ് റിലേഷൻഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഇതിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ ഏറ്റവും താഴെ ആ വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ 3 of Wands പറഞ്ഞു കഴിഞ്ഞാൽ പണസമ്പാദനത്തിന് വേണ്ടി ഒരു യാത്രയ്ക്ക് തയ്യാറാവുന്ന ആളെയാണ് ഇവിടെ കാണുന്നത്. അതാണ് കറൻറ്റ് എനർജി. റൈറ്റ് സൈഡിലെ കാർഡ്, താഴെയുള്ള കാർഡ് ഇയാളുടെ ഇമോഷൻസ് നോക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസ്. സ്പിരിച്വലാണ്, ഇൻറ്റ്യൂട്ടീവാണ്, പക്ഷേ സീക്രസി, അതായത് പുറത്തേക്ക് വെളിപ്പെടുത്താനാവാത്ത രഹസ്യങ്ങൾ ഇയാൾക്കുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലെ ഇയാളുടെ ബിലീവ്സ്, ലെഫ്റ്റും റൈറ്റും മേജർ ആർക്കാന കാർഡാണ്. ദ ഫൂൾ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നസെൻ്റായിട്ട്, അംബീഷ്യസ് ആയിട്ട്, എനർജറ്റിക് ആയിട്ടുള്ള, ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. പക്ഷേ വരും വരെ അയാളെ ചിന്തിക്കാതെ യൂണിവേഴ്സിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എടുത്ത് ആടി കാര്യങ്ങൾ ചെയ്യണ പക്വതയില്ലാത്ത ഒരാളാണ്. ഇനി മോളിലെ മിഡിലെ കാർഡ് ഈ വ്യക്തിയുടെ ഹാർട്ട് ഓഫ് ദ മാറ്റർ, പ്രധാന കാര്യം എന്താ നോക്കുമ്പോൾ പേജ് ഓഫ് സോർട്സ് ആണ്. അതാണ് ഗ്രേറ്റ് ഐഡിയാസ് ഉണ്ട്, ഇൻ്റലക്ച്വലൊക്കെയാണ്, പക്ഷേ പക്വതയില്ലാണ്ട് എടുത്ത് ആടി കാര്യങ്ങൾ ചെയ്യാം. ഇനി റൈറ്റിലെ കാർഡ് ഇയാളെ എന്താണ് അറിയാത്ത അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന കാര്യം എന്താ നോക്കണം. 7 of Pentacles ആണ്. ഇയാളുടെ ജോലിയിൽ പുരോഗതിയിലാണ് നിൽക്കണമെങ്കിലും പ്രതീക്ഷിച്ച വരുമാനം കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ കാർഡ് പറയണം മൂവ് ഓൺ ചെയ്യാനാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ മുകളിലെ കാർഡ് ഇയാളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്. ക്വീൻ ഓഫ് സോൾസ്. എന്നുവെച്ചാൽ വലിയൊരു ബിസിനസ് സംരംഭം, ഇൻ്റലക്ച്വലായിട്ടുള്ള ബുദ്ധിശാലിയായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭം, മറ്റുള്ളവർക്ക് ജോലി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംരംഭകയാണ് അവർ. അതേപോലെ ആവണം എന്നാണ് ഇയാളുടെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എന്താണ് ഔട്ട്കം? ഏറ്റവും ടോപ്പിലെ കാർഡ് എവിടേക്കാണ് പോകണമെന്ന് നോക്കുമ്പോൾ 5 of Cups ആണ്. 5 of Cups പറഞ്ഞാൽ റിലേഷനിൽ ഉണ്ടാവണ ഒരു അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ദുഃഖത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാർഡ് പറയണം അതിനൊക്കെ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരോഗതി വരുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള റിസൾട്ട് എന്താ? ഏറ്റവും വാൻസ് നിങ്ങളുടെ പാഷൻ്റെ ലോകത്ത് നിങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള മാറ്റവും പ്രോഗ്രസ്സും പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വരാൻ പോണത്. വിദേശവാസം കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവാണ് റിസൾട്ട് കാർഡ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.